അഷറഫ് നെടിയനാടിൻ്റെ പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം എന്ന നോവലിലെ 5-ാമത്തെ അധ്യായം നിഴലുകൾ തഴുകുന്ന വേദന. അധ്യായം 5 നിഴലുകൾ തഴുകുന്ന വേദന. മഞ്ഞ് കാലെടുത്തു നീങ്ങി. ആകാശം പകലിൻ്റെ വെളിച്ചത്തിൽ കിളിർപ്പായി മാറിയിരുന്നു. പക്ഷേ സൽമയുടെ കണ്ണുകൾ അത് കാണാതെ തന്നെ അറിഞ്ഞിരുന്നു. ഒരവശമായ കാഴ്ച, ശബ്ദരഹിതമായൊരു പാതയുടെ സാന്നിധ്യം. സൽമ, പിന്നിൽ നിന്ന് ആരോ വിളിച്ചതുപോലെ തോന്നി. അവൾ തിരിഞ്ഞു നോക്കിയില്ല. ശബ്ദങ്ങളുമായി അവളുടെ വിശ്വാസം അവസാനിച്ചിരുന്നു. പല ശബ്ദങ്ങളും പകർച്ചയായിരുന്നു. മറ്റൊരാളുടെ മുഖംമൂടിയിലായ മനുഷ്യർ. അവർക്കെല്ലാം ഒരുപോലെ തേൻ കൂടിയ വാക്കുകളും വിഷമുള്ള മനസ്സുമായിരുന്നു ഉണ്ടായിരുന്നത്. മുൻപെ പോലെ ഇനി വിശ്വസിക്കാനാവില്ലെന്ന് മൗനം അവളെ ഉപദേശിച്ചു. മുസ്തഫ അവളുടെ കൈവലിച്ച് പിടിച്ചു നിന്ന ആ ദേവദാരു വൃക്ഷത്തിനരികിലേക്കാണ് വീണ്ടും ചെന്നത്. അവിടെ ഇന്നും അവളുടെ വിരലിൻ്റെ രേഖകൾ ഉണ്ടായിരിക്കാം എന്നൊരു ഭ്രമം. അവൾ ഒരിക്കൽ ഇവിടെ നിന്നു. വെറും ഓർമ്മയായി അല്ല, ഒരു ജീവിച്ച ആഴമില്ലായ്മയായി. ആ വൃക്ഷം സംസാരിച്ചില്ല. പക്ഷെ മുസ്തഫയുടെ ഹൃദയം അതിനൊപ്പം ചില നിമിഷങ്ങൾ പങ്കിട്ടു. കുരുക്കുകളുടെ വേദനകൾ, ഓരോ ഉറച്ച കുരുക്കിലും തൂങ്ങി വാഴുന്ന ഇലകളിലും അവളെ കാത്തുനിന്ന ഒരാശയമായി അവൻ വീണ്ടും ഒരിക്കൽ ആ മുഖം കാണാൻ ആഗ്രഹിച്ചു. സൽമയുടെ ഒരു കുറിപ്പ് ആ ഇലകളിൽ പ്രത്യക്ഷമായി. കൂട്ടുകാരെ പോലെയായിരുന്നു മരങ്ങൾ. പക്ഷേ ഇനി അതിൻ്റെ വേരുകളെ ഞാൻ ഭയപ്പെടുന്നു. ഓർമ്മകൾ എൻ്റെ ശരീരത്തിൽ ചുവപ്പായി പുറത്തു വരുന്നു. ആലിംഗനത്തിൻ്റെ ലയനത്തിൽ ഞാനൊരു വൃക്ഷം പോലെ വളർന്നു. ഇനി ഞാൻ മടങ്ങുകയല്ല, ഞാൻ മാറുകയാണ്. പിന്നെ മുസ്തഫ ഓർമ്മയായി മഞ്ഞുപോലെ മാഞ്ഞുപോയി. കാടിൻ്റെ അതിരുകളിൽ വെളിച്ചം ഉണരുന്നു. പക്ഷേ അത് തെളിച്ചമല്ല, തീ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദനയുടെ ജ്വാലയാണ്. സൽമ ആ വഴിയിലൂടെയാണ് നടക്കുന്നത്. ആ കാടിപ്പോൾ അവളിൽ നിന്നും മറഞ്ഞിരിക്കുന്നു. മരം കാറ്റിൽ ചലിക്കുന്നുവോ? അതല്ല, അതെതിരെ ഓടുന്ന ആത്മാവിൻ്റെ ഉച്ചാരണമാകാം. അപ്പോൾ അവളുടെ ഉള്ളിൽ നിന്നും കേൾക്കുന്നു, സൽമ, നീ ആരായിരുന്നുവെന്നത് പിന്നിലേക്ക് വിട്ടേക്കൂ. നീ ആരാകാനിരിക്കുകയാണ് എന്നതാണ് ഇന്നിൻ്റെ സത്യമാകുന്നത്. രാത്രി വീണ്ടും പടരുന്നു. മുൻപേ നടന്നവരെയും ഇനി നടക്കാനിരിക്കുന്നവരെയും വഴിയിലാക്കുന്ന നിഴൽ. മുസ്തഫ കയ്യിൽ പണിഞ്ഞൊരു ചെറുദീപം പോലെ ഒരു കത്ത് ഒതുങ്ങിയ കച്ചയിൽ വെച്ച് അവളെ തേടി വീണ്ടും യാത്ര തുടങ്ങുന്നു. ആത്മാവിൻ്റെ യാത്ര പോലെ ശരീരം നഷ്ടമായവൻ്റെ യാത്ര. സൽമ കാഴ്ചയിൽ നിന്ന് അകലുകയാണ്. പക്ഷെ മറവിക്കുള്ളിൽ നിന്നും വീണ്ടും കിളിർക്കുന്നു. ഒരു മരമാണ് അതിൻ്റെ രൂപം, പ്രണയമെന്ന മരം. അപ്പോൾ സൽമ ഗ്രാമത്തിൽ അവളെ തേടി വന്ന കുറേ മുഖങ്ങൾ അനാവശ്യരായി അവളുടെ ചുറ്റുവട്ടത്തു നിന്ന് തിരിഞ്ഞു നിന്നു. അവർ ചോദിച്ചു, എന്താണ് സൽമയെ ഇങ്ങനെ മാറ്റിയത്? പക്ഷേ ആരും ഉത്തരം പറയാൻ ശ്രമിച്ചില്ല. ഒരു വൃദ്ധ സ്ത്രീ മാത്രം അവളുടെ തലയിൽ കൈവച്ച് ദേഹത്തേക്ക് നോക്കി പറഞ്ഞു, മരത്തിൻ്റെ വേരുകൾ പിളർന്ന് പൊട്ടി പുറത്തു വന്നിട്ടുണ്ട്. അവൾ ഇപ്പോൾ മണ്ണിൽ കൂടി കയറിപ്പോകുന്നു. സൽമ നീതിയില്ലായ്മയുടെ രക്തം ചീറ്റിയ ഭൂമിയിൽ പിറന്നവളാണ്. പക്ഷെ അവൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അവൾ അതിൻ്റെ മറുപടി വ്യക്തമാക്കി മാറ്റുകയാണ്. മുസ്തഫ ഉറങ്ങാതെ ഇരുന്ന രാത്രി തൻ്റെ മനസ്സിലുണ്ടായിരുന്ന വേദനകൾ നീർവരിയായി വീഴുന്നു. കയ്യിലെടുത്ത കടലാസിൽ അവൻ തൻ്റെ സ്വരത്തിൽ കുറിച്ചു, സൽമ, നിന്റെ മുഖം ഞാൻ മറക്കാനായി നോക്കിയതല്ല. ആ മുഖം ഞാൻ മറന്നു പോകാനാകുമെന്നൊരു വിചാരവുമില്ല. പക്ഷേ ഞാനിപ്പോൾ നിന്നിൽ നിന്നു മാറിയ ഒരാൾ. ആ പഴയ മുസ്തഫയെ നീ തിരികെ തേടേണ്ട. അവൻ മരിച്ചു. കത്ത് കാറ്റിൽ പറന്നു. കാടതിനെ സ്വീകരിച്ചു. പക്ഷേ സൽമയ്ക്ക് അതറിയില്ല. വർണ്ണമുള്ള പുഴുക്കളും പാടങ്ങളിലേക്ക് ചെന്ന വർത്തമാനങ്ങളും സൽമയെ തേടി വരുന്നില്ല. ഇനി അവൾ സ്വയം എഴുതേണ്ട കാവ്യമായി മാറിക്കഴിഞ്ഞു. വേദനയിൽ ചെടിയണിഞ്ഞ വൃക്ഷം പോലെ സൽമ നിലകൊള്ളുന്നു. വൃത്തമായ കാലം അവളെ വീണ്ടും ആ വൃക്ഷത്തിൻ്റെ അരികിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. പക്ഷേ അവൾക്ക് കീഴടങ്ങി നിൽക്കാനാകുന്നില്ല. അവൾ തൻ്റെ വാതിൽ തുറന്നു. പിന്നെ ചിറകുകളിട്ട് ഉയരാൻ തുടങ്ങി. അഷറഫ് നെടിയനാട് എഴുതിയ പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം എന്ന നോവലിലെ 5-ാമത്തെ അധ്യായം നിഴലുകൾ ഒഴുകുന്ന വേദന ഇവിടെ അവസാനിക്കുന്നു. നന്ദി.